നമ്മുടെ രാജ്യത്തിനെതിരായും ഹൈന്ദവർക്കെതിരായും കുറ്റം ചെയ്തിരിക്കുകയാണ്. പോൾ വർഗീസ് എന്ന ഈ വ്യക്തിയെ വിചാരണ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തെന്നാൽ 2023 വർഷം സെപ്റ്റംബർ 10 തീയതി ഇയാൾ തന്റെ വീടിന്റെ സമീപത്തുള്ള ബജരംഗി മന്ദിരത്തിൽ കടന്നുകയറുകയും തന്റെ കൈവശമുണ്ടായിരുന്ന സ്ഫോടകങ്ങൾ ഉപയോഗിച്ച് 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതൊരു പ്രത്യേക കേസായതിനാൽ അവസാനമായി ഒരിക്കൽ കൂടി സമയമുണ്ട്. കൂടി എന്റെ കക്ഷിയെ കൂട്ടിക്കൊണ്ട് ചെന്നതാണ്. അവരവിടെ കോടതി വസ്തുക്കൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്ഫോടനം നടന്നത്. എന്റെ കക്ഷി അവിടെ എത്തിയപ്പോൾ 2 പേരും കത്തിക്കരിഞ്ഞ് മരിച്ച നിലയിലാണ് കണ്ടിരുന്നതാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, വിറ്റ്നസ് എവിടെ? സാക്ഷികളെ അവർ പണം കൊടുത്ത് സ്വാധീനിച്ചിരിക്കുകയാണ്. എതിർഭാഗം വക്കീൽ പുതിയ കള്ളക്കഥകൾ കെട്ടിച്ചമക്കാൻ ശ്രമിക്കുകയാണ്. ഈ നിൽക്കുന്ന പൗൾ വർഗീസ് എന്ന വ്യക്തിക്കെതിരായി 2 സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. ഇയാൾ കുറ്റം ചെയ്തെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ IPC 352, 471, 602 വകുപ്പുകൾ അനുസരിച്ച് നീതിപീഠം ഈ വ്യക്തിക്ക് മരണം വരെ വധശിക്ഷ തന്നെ നൽകണമെന്ന് താഴ്മയോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൊന്നിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ അവരെന്റെ ഭാര്യയെ നഗ്നയാക്കി വഴിയിലൂടെ വലിച്ചെറിച്ചുകൊണ്ട് പോയി. എന്റെ മക്കളെ അവർ കൊന്നു. ഇപ്പോൾ ഞാൻ ചെയ്യാത്ത ഈ കുറ്റം അവരെന്റെ തലയിൽ വെച്ച് കിട്ടുന്നു. കുറ്റം ചെയ്തതായി വാദപ്രതിവാദങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ഇയാളെ 24/12/2024 മരണം വരെ തൂക്കിക്കൊല്ലാൻ ഈ കോടതി വിധിക്കുന്നു. അവസാനമായി കോടതിയുടെ അല്പസമയം സംസാരിക്കുവാൻ അനുവദിക്കണം. ശരി, പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ. ഒരു ക്രിസ്ത്യാനിയായതിനാലാണ് ഞാൻ ഇന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ആ മണിപ്പൂരിൽ എന്റെ എത്രയോ സഹോദരന്മാർ യേശുവിന് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ചിരിക്കുന്നു. എനിക്ക് ദുഃഖമില്ല. എന്റെ യേശുവിന് വേണ്ടി ഇനിയും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്. രക്തസാക്ഷികളുടെ ചുടുന്നത്താൽ പരിപോഷിക്കപ്പെട്ടതാണ് എന്റെ സഭ. എന്റെ ക്രിസ്തീയ സഹോദരനെ നിങ്ങൾക്കറിയാമല്ലോ, ബൈബിളിലുടനീളം ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും മരിച്ചവർ അത് എത്രയോ പേർ. പഴയ നിയമത്തിലെ 2 മക്കബിയർ 7-ാം അധ്യായത്തിലെ ആ അമ്മയും 7 മക്കളും അവരെനിക്ക് മാതൃകയാണ്. യാക്കോബിന്റെ ദൈവം വെടിയുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ എടുക്കാണ്.
എന്ത് ഞങ്ങളുടെ താൻ ദൈവങ്ങളുള്ളപ്പോൾ നിന്റെ യഹോവയോ അങ്ങനെയെങ്കിൽ ഇവന്മാരുടെ അഞ്ചാമത്തെ സഹോദരനെ കാണിക്കൂ. ഇവർ മതിയുടെ ഓണമെന്ന് കാണട്ടെ കാണട്ടെ. നിന്റെ 7 മക്കളിൽ 5 പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉള്ള ബാക്കി 2 രക്ഷപ്പെടുവാൻ നോക്കൂ. അഗ്നിമോക്ഷം ഭക്ഷിച്ച് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുക. വേഗം വരട്ടെ. ദൈവവിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമം സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. വിഗ്രഹാരാധകരായ ഈ ക്രൂരന്മാർക്ക് നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഞങ്ങളുടെ ആത്മാവിനെ ഒന്നുമേ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനായ യഹോവയ്ക്ക് മഹത്വം, എന്നേക്കും മഹത്വം. ഓഹോ, അങ്ങനെയെങ്കിൽ അവന്റെ ശിരസിന്റെ കർമ്മം ഉരിഞ്ഞു മാറ്റുക. എന്ത്? നീ നമ്മെ പഠിപ്പിക്കാൻ മുതിരുന്നുവോ? ഇവനും ഇവന്റെ അമ്മയ്ക്കും എന്റെ ജ്യേഷ്ഠന്മാരുടെ വഴി കാണിച്ചു കൊടുക്കണം. ഈ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കും. എന്നാൽ അവന്റെ അനീകൻ എന്നെ അനശ്വരമായ ലോകത്തേക്ക് ഉയർപ്പിക്കും. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഞാൻ ഉത്സുകനാകുന്നു. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. മിസ്റ്റർ പൗൾ വർഗീസ്, നിങ്ങളെ പോലെ മരണത്തിന് മുമ്പേ ധൈര്യം കാണിക്കാൻ എന്റെ സർവീസിനെ ഞാൻ കണ്ടിട്ടില്ല. പഴയ നിയമത്തിലെ അമ്മയും 7 മക്കളുടെയും ജീവിതകഥ ഇന്നും പോൾ വർഗീസിനെ പോലത്തെ ആളുകളിലൂടെ ആവർത്തിക്കപ്പെടുന്നു. അതേ സുഹൃത്തുക്കളെ, മിഷൻ ലീഗ് അംഗങ്ങളായി നമ്മൾ ഓരോരുത്തരും സുവിശേഷമാകാൻ വിളിക്കപ്പെട്ടവരാണ്. വരും കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി പീഡനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ധൈര്യത്തോടെ വിശ്വാസം വയ്ക്കാതെ യേശുവിന്